കൊച്ചിയിൽ ബൈക്ക് പോസ്റ്റിലിടിച്ച് 2 പേർക്ക് ദാരുണാന്ത്യമുണ്ടായി. എക്സാക്ട്ലി പറഞ്ഞാൽ തേവര ലൂർദ് മാതാ പള്ളിക്ക് സമീപത്താണ് ഈ അപകടം ഉണ്ടായത്. എസ് ശ്യാംകുമാർ തീരുന്നു നമുക്കൊപ്പം. ശ്യാംകുമാർ, എങ്ങനെയാണ് യഥാർത്ഥത്തിൽ വളരെ വേഗത്തിൽ, അമിത വേഗത്തിൽ വന്ന ബൈക്കാണ് പോസ്റ്റിലിടിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. സൂഫിയാനും കൂടെയുള്ള പെൺകുട്ടി മരിച്ചു എന്ന വാർത്തയും കിട്ടി. വിവരങ്ങൾ? എസ്കെൻ, ഇന്നലെ രാത്രി 12:30 അപകടം ഉണ്ടായതെന്നാണ് സൗത്ത് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അപകടം ഉണ്ടായ ആ പോസ്റ്റ് ഉൾപ്പെടെ ഒടിഞ്ഞ നിലത്ത് വീണിരുന്നു. അത്ര വേഗത്തിലാണ് ബൈക്ക് വന്ന പോസ്റ്റിൽ ഇടിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. രണ്ടുപേരും സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുകയും ചെയ്തു. കാസർഗോഡ് സ്വദേശി സൂഫിയാൻ, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി എന്നിവരാണ് മരിച്ചത്. അപകടം നടന്നതും ആരും അറിഞ്ഞിരുന്നില്ല. വഴിയാത്രക്കാരിൽ ഒരാളാണ് ഈ ബൈക്ക് അവിടെ കിടക്കുന്നത് കണ്ട് പോലീസിൽ അറിയിച്ചത്. പോലീസ് എത്തി പരിശോധിക്കുമ്പോഴാണ് രണ്ടുപേർ സംഭവ സ്ഥലത്ത് മരിച്ചു കിടക്കുന്നത് കണ്ടത്. ഇവരുടെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എസ്കെ, ഓക്കെ, വളരെ സങ്കടകരമായ കാര്യം. ടൂ വീലർ അമിത വേഗത്തിൽ പായുകയും അതിൽ നിന്ന് അപകടം ഉണ്ടായി മരണങ്ങൾ സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സാധാരണ കാഴ്ചയാണ്. വിലപ്പെട്ടൊരു ജീവനാണ് ഈ ബൈക്കിൻ്റെ പുറത്ത് പോകുന്നത് എന്നൊരു ചിന്തയെങ്കിലും ബൈക്ക് ഓടിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകണം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. നമ്മൾ പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു അബദ്ധമുണ്ട്, എനിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. ഏറ്റവും അവസാനം വരെ നമ്മൾ കാത്തു നിൽക്കും. എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ കാത്തു നിന്നിട്ട് ഏറ്റവും അവസാനമായിരിക്കും നമ്മൾ കുളിയും തേവാരവും ഒക്കെ തുടങ്ങുക. അപ്പോഴേക്കും നേരം വൈകും. പിന്നീട് ഒരു ആദിയിൽ നമ്മൾ ടൂ വീലറോ ഫോർ വീലറോ ഒക്കെ എടുത്തൊരു ഒറ്റ പോക്കാണ്. ഈ പാഞ്ഞു പോകുന്നത് നമ്മുടെ അപകടം പിടിച്ച ഈ കുഴികൾ നിറഞ്ഞ റോഡിലൂടെയാണ് എന്നുള്ള ചിന്ത പോലും നമുക്കുണ്ടാകില്ല. നിരത്തിൽ വണ്ടികളുണ്ടെന്നും നിരത്തുപക്കത്ത് ആളുകൾ നിൽപ്പുണ്ടെന്നും ഒന്നും നമ്മൾ ആലോചിക്കില്ല. നമ്മൾ തകർത്തങ്ങ് പോകും. പലപ്പോഴും വണ്ടി കീഴിൽ ആളുകൾ കയറിയെന്ന് വരും. നമ്മൾ തന്നെ മതിലിലും പോസ്റ്റിലും ഒക്കെ ഇടിച്ച് ജീവൻ കളഞ്ഞെന്ന് വരും. എന്തായാലും നമ്മുടെ അമിത വേഗം ഒരുപാട് പേരെ കൊല്ലുന്നു എന്നുള്ളതാണ് സത്യം. കോവിഡ് കാലത്ത് നമുക്ക് നഷ്ടപ്പെട്ട ആളുകളെക്കാളും എത്രയോ ആളുകൾ ഒരു കൊല്ലം നമ്മുടെ കേരളത്തിൽ ഈ റോഡപകടങ്ങളിലൂടെ മരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മറന്നുകൂടാ. ആ സീരിയസ് ആയ കാര്യം നമ്മൾ ചിന്തിക്കണം.